ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുളിയിഞ്ചിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. എനിക്ക് കുറച്ച് ശർക്കര കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ ചിലവാക്കുന്ന ആലോചിച്ച് ഞാൻ എത്തിപ്പെട്ടത് പുളിയിഞ്ചിയിലാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ പച്ചമുളക് ഇഞ്ചിയൊക്കെ നന്നായിട്ട് കുത്തി ചെറുതാക്കിയിട്ട് അരിഞ്ഞു. എന്നിട്ടൊരു പാത്രത്തിൽ കടുകും മുളകും കരിവേപ്പിലൊക്കെ പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ട് മൂപ്പിച്ചു. ആ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് നമുക്ക് ചുമ വരുന്ന ഒരു പരുവത്തിനാക്കി. ഞാൻ എടുത്തിട്ടുള്ളൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ്. 2 ശർക്കരയോളമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ശർക്കര ഞാൻ പാനിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുളിവെള്ളം അതിനകത്തേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് കുറുക്കിയെടുത്ത് വറ്റിച്ചു. അത് കഴിഞ്ഞിട്ട് ശർക്കര പാനിയും കൂടി ഇട്ടതിന് ശേഷം മുളക് പൊടിയാണ് ഇടുന്നത്. മുളക് പൊടി കാശ്മീരി ചില്ലിയാണ്, നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇടാം. അത് കഴിഞ്ഞിട്ട് കായമാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. കായം കുറച്ച് നന്നായിട്ട് കിടന്ന് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും നന്നായിട്ട്. പിന്നെ ഉലുവാപ്പൊടിയാണ്, അതും നന്നായിട്ട് തന്നെ അതിനകത്തേക്ക് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെയും ആ ശർക്കര നന്നായിട്ട് കുറുക്കി നല്ലൊരു കറുത്തൊരു കളറാവണം. നല്ലോണം കുറുകിയാൽ നമ്മുടെ പുളിയിഞ്ചി റെഡിയായി. അത്രയേ ഉള്ളൂ. താങ്ക്